ഹലോ ഫ്രണ്ട്സ്, ഇത് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RCC എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. RCCയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. കോൺക്രീറ്റിൻ്റെ കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് RCCയിൽ പഠിക്കാനുള്ളത് കോൺക്രീറ്റും സ്റ്റീലും കൂടെ ചേരുന്നതാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ സ്റ്റീലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിനുശേഷം ഡിസൈൻ ഫിലോസഫീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസൈൻ ഫിലോസഫീസ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്നുള്ള 3 ഫിലോസഫീസ് പറയാനുണ്ട്. പിന്നെ കുറച്ച് കോഡൽ പ്രൊവിഷൻസ് പറയാനുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് RCCയിൽ വരുന്നത്. അതിൻ്റെ അകത്ത് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്ട്രെസ് ബൈ യൂണിറ്റ് സ്ട്രെയിൻ. അതായത് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു നോൺ ലീനിയർ കർവ് ആയിരിക്കും കോൺക്രീറ്റിനുള്ളത്, അല്ലേ? അപ്പോൾ അതിൽ നിന്നും നമ്മൾ ടാൻജൻറ്റുകൾ വരച്ചിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ആ റേഷ്യോനെ എടുക്കുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് 2 ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ആണുള്ളത്. ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും. ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇലാസ്റ്റിക് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ലോഡ് എങ്ങാനും സ്ട്രക്ചറിൻ്റെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഷോർട്ട് ടേം ഇലാസ്റ്റിക് സ്ട്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്യും. അതിന് കാരണം ഉണ്ടാവുന്നത് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. അതേസമയം ക്രീപ്പ് അല്ലെങ്കിൽ ശ്രിങ്കേജ് എന്ന ഫാക്ടേഴ്സ് കാരണം ഒരു ലോങ് ടേം ഇലാസ്റ്റിക് സ്ട്രെയിൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത് കാരണം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്കും സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ നമ്മൾ IS 456/2000 പ്രകാരം EC is equal to 5000√FCK എന്നുള്ള എംപെരിക്കൽ ഫോർമുലയിലും IS 456/1978 അതിന് മുന്നേ 2000 റിവൈസ്ഡ് വേർഷനാണ്, അതിന് മുന്നേ ഉള്ള IS 456/1978 വെച്ച് 5700√FCK എന്നുള്ളതുമായിരുന്നു. അതേസമയം ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതിന് മറ്റ് പേരുകളുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ECE is equal to ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി EC by 1 + θ. ഇതിൻ്റെ അകത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ അത് ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂസ് ഓരോ ഏജ് ഓഫ് ലോഡിങ് അനുസരിച്ച് മാറി വരും. 7 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് 2.2 ആയിരിക്കും. 28 ഡേയ്സിനാണെങ്കിൽ 1.6ഉം 1 ഇയർ ആണെങ്കിൽ 1.1ഉമാണ്. ഈ ഒരു ടേബിൾ ഓർത്ത് വച്ചേക്കുക. ഇത് ഇതേപോലെ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്രീപ്പ് എന്ന് പറയുന്ന ഫാക്ടർ. ക്രീപ്പ് വരുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു സസ്റ്റെയിൻഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രീപ്പ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്രീപ്പ് ഉണ്ടാകുന്ന ഒന്ന് ഏജ് ഓഫ് ലോഡിങ് കാരണം ഒരുപാട് ഏജ് എടുത്തിട്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ വർഷങ്ങളായ ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ ഏജ് ഓഫ് ലോഡിങ് കാരണം ക്രീപ്പ് ഉണ്ടാവും. ശ്രിങ്കേജ് ഫാക്ടർ, ശ്രിങ്കേജ് എന്നുള്ള എന്താണെന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ലോഡിങ്, കുറേ നേരത്തേക്ക് ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണമൊക്കെ ക്രീപ്പ് ഉണ്ടാവും. അപ്പം ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ ഓഫ് എ സ്ട്രക്ചറാണ്. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ലോഡിങ് കാരണമാണ് ക്രീപ്പ് ഉണ്ടാവുന്നത്. ശ്രിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൽ നിന്നും വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ശ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വോള്യൂമെട്രിക് ചേഞ്ചസ് കാരണമാണ് ശ്രിങ്കേജ് ഉണ്ടാവാറുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ. ഡ്യൂറബിലിറ്റി കോൺക്രീറ്റിന് വെതറിങ് ആക്ഷൻ, കെമിക്കൽ അറ്റാക്ക്, അബ്രേഷൻ അതൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി കുറവാണെന്ന് നമുക്ക് പറയാം. അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കോൺക്രീറ്റിന് ഏബിൾ ആണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഡ്യൂറബിൾ ആണെന്ന് പറയാം. ഡ്യൂറബിലിറ്റി പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ക്ലിയർ കവർ എന്ന് പറയുന്നത്. പല എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലും കോൺക്രീറ്റിനെ ഡ്യൂറബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ക്ലിയർ കവർ അഡോപ്റ്റ് ചെയ്യാറുണ്ട്.
അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 3 ടേംസ്, ഒന്ന് ക്ലിയർ കവർ എന്താണ്, നോമിനൽ കവർ എന്താണ്, എഫക്റ്റീവ് കവർ എന്താണെന്നുള്ളത്. അപ്പോൾ അത് 3 നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ RCCയുടെ ഏറ്റവും എൻഡിൽ നിന്നും, ആ എഡ്ജിൽ നിന്നും റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എഡ്ജ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ക്ലിയർ കവർ എന്ന് പറയുന്നത്. ക്ലിയർ കവറും നോമിനൽ കവറും സിമിലർ ആണ്. നോമിനൽ കവർ എന്ന് പറഞ്ഞാൽ അത് ഒരു എഡ്ജസിൽ വരുമ്പോൾ അത് നോമിനൽ കവറാകും. ഓക്കെ, പക്ഷേ പലപ്പോഴും നമ്മൾ IS കോഡിൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ ക്ലിയർ കവറിന് പകരം നോമിനൽ കവറും ക്ലിയർ കവറും സിമിലർ ഐഡിയ തന്നെയാണ് പറയണത്. ഇനി എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RCC, ആ സ്റ്റീലിൻ്റെ നടുക്ക് നിന്നും നമ്മൾ ആ ബീമിൻ്റെ എൻഡ് വരെ ഉള്ള കവറാണ് എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലിയർ കവർ അഥവാ നോമിനൽ കവർ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച്, മൈൽഡ് എക്സ്പോഷർ ആണെങ്കിൽ 20 mm ആണ് കേട്ടോ. ഇത് മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ 30, സിവിയർ ആണെങ്കിൽ 45 ആൻഡ് എക്സ്ട്രീം ആണെങ്കിൽ 75 ആണ് സാധാരണ നോമിനൽ കവർ കൊടുക്കാറുള്ളത്. നമ്മൾ പറയാൻ പോകുന്നത് കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യമാണ്. കംപ്രസീവ് സ്ട്രെങ്ത്തിനെക്കാട്ടിലും 10 to 15% ആണ്, കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 10 to 15% ആണ് കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെൻസൈൽ സ്ട്രെങ്ത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ലാബിലും. ഡയറക്റ്റ് ടെൻസൈലും, സ്പ്ലിറ്റ് ടെൻസൈലും, ഫ്ലെക്സുറൽ ടെൻസൈലും. ഈ 3 ടെസ്റ്റുകളും ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് പറയുന്ന പോലെ തന്നെ ആ കോൺക്രീറ്റിൻ്റെ ഒരു സിലിണ്ടർ കാസ്റ്റ് ചെയ്തിട്ട് അതിനെ ഡയറക്റ്റായിട്ട് നമ്മൾ അവിടെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് ഡയറക്റ്റ് ടെൻഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതേസമയം സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ലോഞ്ചിറ്റ്യൂഡ്ലി പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗത്തും താഴത്തെ ഭാഗത്തും ഒരു UDL ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നടക്കുന്ന സ്പ്ലിറ്റായി പോകുന്ന ആ ഒരു ഫിനോമിനനാണ് നമ്മൾ, ആ ഒരു സ്റ്റേജാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നത്. അതിനെ എത്ര റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഫ്ലെക്സുറൽ ടെൻസൈൽ സ്ട്രെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, അതിനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ വെച്ചതിന് ശേഷം താഴെ നമ്മൾ സിമ്പിൾ സപ്പോർട്ടിങ് കൊടുക്കും 2 എൻഡിലുമായിട്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്നൊരു പോയിൻ്റൽ ലോഡ് പ്രൊവൈഡ് ചെയ്യും. അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇനി കോൺക്രീറ്റിൻ്റെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഏറ്റവും കൂടുതൽ. അതിനെക്കാട്ടിലും കുറവായിരിക്കും ഫ്ലെക്സുറൽ സ്ട്രെങ്ത്, അതിനെക്കാട്ടിലും കുറവാണ് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ഏറ്റവും കുറവാണ് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റീൽ ബാർസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നോമിനൽ ഡയമീറ്റർ 5 to RCC എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരുവിധം എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി ഉള്ള പ്രോപ്പർട്ടീസൊക്കെ കോൺക്രീറ്റ് RCCയിലുള്ള നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിക്കുന്നതായിരിക്കും. കോൺക്രീറ്റ് ടെക്നോളജിയിൽ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് സ്റ്റീൽ ബാർസിൻ്റെ കാര്യം പറയാം. സ്റ്റീൽ ബാർസിൻ്റെ എന്ന് പറഞ്ഞാൽ നോമിനൽ ഡയമീറ്റർ 5 to 50 mm നോമിനൽ ഡയമീറ്ററുള്ള സ്റ്റീൽ ബാർസൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്ലെയിൻ സ്റ്റീൽ ബാർസുമുണ്ട്. അതേസമയം മുകളിൽ റിബ്സ് വരുന്നത്, അതായത് നമ്മൾ കോൺക്രീറ്റും സ്റ്റീൽ ബാർസ് നമ്മൾ നല്ലൊരു ബോണ്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡീഫോർമേഷൻസ് അല്ലെങ്കിൽ റിബ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഡീഫോംഡ് ബാർസും ഉണ്ട്, പ്ലെയിൻ ബാർസുമുണ്ട്. ഓക്കെ, പിന്നെ ഒരു സ്റ്റീൽ ബാറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രേഡ് ഓഫ് സ്റ്റീൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ FE 250 അത് 250 Nm², എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 2 × 10⁵ Nm², 2 × 10⁵ MPa ആണ്. ഓക്കെ, മൈൽഡ് സ്റ്റീലിൽ FE 250 ആണ് ജനറലി നമ്മൾ മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് HYSD ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോമബിൾ ബാർസ് ആണ്. FE 450 ആൻഡ് FE 500 ആണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഇന്നതാണ് തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ്. അതിൻ്റെ ഔട്ടർ കോട്ട് ഹാർഡായിരിക്കും, കുറച്ച് സ്ട്രെങ്ത് കൂടിയതും, അകത്ത് ഡക്റ്റൈൽ ആൻഡ് കുറച്ച് അധിക ഈൽഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അകത്തും, എന്നാൽ പുറത്ത് നല്ല ഹാർഡായിട്ടുള്ള ഒരു ഇതാണ് TMT തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസിൽ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. നമ്മൾ ഇപ്പം സ്റ്റീലിൻ്റെ കാര്യം ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, കാരണം സ്റ്റീലിനെ കുറിച്ച് കൂടുതലുള്ളത് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ മാത്രം ഒന്ന് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ടാണ് ഡിസൈൻ ഫിലോസഫീസിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് 3 ഡിസൈൻ ഫിലോസഫീസ്: വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആൻഡ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്.
ഈ 3 ഫിലോസഫിയിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷമാണ് കോഡൽ പ്രൊവിഷൻസ്. ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നും ഒത്തിരി ഒന്നും ചോദിക്കത്തില്ല, എങ്കിലും ഈ ക്രീപ്പ് കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ ലെവൽ എക്സാംസിന്, കേരള PSCയിലെ ലെവൽ എക്സാംസിന് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് വരുന്നതായിരിക്കത്തില്ല, ജനറൽ ആയിട്ടുള്ള RCCയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് പറയണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഇസ് യൂസ്ഡ് ഇൻ പ്രീ സ്ട്രെസ് മെമ്പർ. എന്തിനാണ് പ്രീ സ്ട്രെസ്ഡ് മെമ്പറിൽ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതാണ്? ആൻസർ വന്ന ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ ബിയറിംഗ് സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, എൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൈ ബിയറിംഗ് സ്ട്രെസ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ബേസ്റ്റിംഗ് സ്ട്രെസ്സ്, എൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന ബേസ്റ്റിംഗ് സ്ട്രെസ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു ബോണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രാക്സ്, ശ്രിങ്കേജ് കാരണമുള്ള, ശ്രിങ്കേജ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അത് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രീ സ്ട്രെസ്ഡ് മെമ്പേഴ്സിൽ എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ പറയണത്. അപ്പോൾ പ്രീ സ്ട്രെസ്ഡ് മെമ്പേഴ്സ് എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. വേറൊന്നുമില്ല, നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്ത് RCC ബാർസ് കൊടുക്കുമ്പോൾ സാധാരണ കേസിൽ നമ്മൾ ബാർസ് വെക്കും, കോൺക്രീറ്റ് കാസ്റ്റ് ക്യൂബിൽ കാസ്റ്റ് ചെയ്ത് എടുക്കും, കാസ്റ്റ് ചെയ്തെടുക്കും. ഇവിടെ നമ്മൾ ആ ബാർസിൽ കുറച്ച് പ്രീ ടെൻഷനും കൂടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ടെൻഷൻ മാറിക്കഴിയുമ്പോഴേക്കും അത് ഒരു പ്രീ സ്ട്രെസ്സ് അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ്സ് മുകളിൽ വരുന്ന ലോഡിനെ ഒന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഡീറ്റെയിൽഡായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ പ്രീ സ്ട്രെസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നെക്സ്റ്റ്, T-beam behaves as a rectangular beam of width equal to its flange if the neutral axis. T-beamൻ്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീമിൻ്റെ അകത്ത് മുകളിൽ കംപ്രഷനും താഴെ എന്തായിരിക്കും, ടെൻഷനും ആയിരിക്കും അല്ലേ. എന്നാൽ അറ്റ് എ പെർട്ടിക്കുലർ ഫൈബർ ലോഡ് വരുന്ന സമയത്ത് ബീമിൻ്റെ മുകളിൽ കംപ്രഷൻ, താഴെ ടെൻഷനാവും. ബീം ബെൻഡ് ചെയ്യും, ഓക്കെ, ഡീഫോം ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ സെക്ഷൻ ഈ കംപ്രഷൻ കാരണമുള്ള എഫക്റ്റും ടെൻഷൻ കാരണമുള്ള എഫക്റ്റും ഉണ്ടാവില്ല. ഓക്കെ, അത് അവിടുത്തെ ഫൈബറിനെ ഡീഫോം ചെയ്യത്തില്ല എന്ന് തന്നെ പറയാം. ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. കംപ്രഷൻ സ്ട്രെസ്സിനും ടെൻഷൻ സ്ട്രെസ്സിനും അവിടെ എഫക്റ്റ് ഉണ്ടാവാറില്ല, അതിനാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അത് ചോദിച്ചേക്കുന്നത് എന്താണ്, T-ബീംസ് റെക്റ്റാങ്കുലർ ബീംസ് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഓഫ് വിഡ്ത്ത് ഈക്വൽ ടു ഇറ്റ്സ് ഫ്ലാഞ്ച് ഇഫ് ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ് എവിടെയാണെന്ന്. ഓക്കെ, T-ബീമിൻ്റെ കേസിൽ ന്യൂട്രൽ ആക്സിസ് അതിൻ്റെ ഫ്ലാഞ്ചിൽ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ ഫ്ലാഞ്ചിൽ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം T-beam ആക്ട്സ് ലൈക്ക് എ റെക്റ്റാങ്കുലർ ബീം. ഓക്കെ, T-ബീമിൻ്റെ കേസിൽ ഇത് ഫ്ലാഞ്ച്, മുകളിലത്തെ ഈ പോർഷൻ വിളിക്കുന്ന ഫ്ലാഞ്ച്, ഇത് വെബ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ആ ന്യൂട്രൽ ആക്സിസ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലാഞ്ചിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ റെക്റ്റാങ്കുലർ സെക്ഷൻ. പക്ഷേ ന്യൂട്രൽ ആക്സിസ് ചിലപ്പോൾ ഇവിടെയും വരാറുണ്ട്, വെബിലും വരാറുണ്ട്. അപ്പോഴല്ല ഫ്ലാഞ്ചിൽ വരുന്ന സമയത്താണ് അത് ഒരു റെക്റ്റാങ്കുലർ ബീമായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ദ വെയിറ്റ് ഓഫ് ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരേണ്ട ഓപ്ഷൻ A ആണ്, റിമെയിൻസ് വിത്തിൻ ദ ഫ്ലാഞ്ച് എന്നുള്ള ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വെയ്റ്റ് ഓഫ് ഫൗണ്ടേഷൻ ഇസ് അസ്യൂംഡ് എസ്. ഓപ്ഷൻ C ആണ് 10% വെയ്റ്റ് ഓഫ് വാൾ വെയ്റ്റ്. വാളിൻ്റെ വെയ്റ്റിൻ്റെ 10% ആണ് ഫൗണ്ടേഷൻ്റെ വെയ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ എ റെക്റ്റാങ്കുലർ ബീം ഇസ്. റെക്റ്റാങ്കുലർ ബീമിൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ്, അതായത് ഷിയർ സ്ട്രെസ്സിന് ഒരു പാരബോളിക് വേരിയേഷനാണ് ഉണ്ടാവുക. അതിൻ്റെ അകത്തുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും. ഓക്കെ, ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ 1.5 ടൈംസ് ആണ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് ന്യൂട്രൽ ആക്സിസിലായിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ന്യൂട്രൽ ആക്സിസിലാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ 1.5 ടൈംസ് 2 ആവറേജ് ആണെന്ന് ഓർത്ത് വെക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ടോട്ടൽ പ്രഷർ ഇൻ ദ വെർട്ടിക്കൽ ഫേസ് ഓഫ് എ റീറ്റെയിനിങ് വാൾ ഓഫ് height h acts parallel to free surface and from the base at a distance of. ടോട്ടൽ പ്രഷർ റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നത് ബേസിൽ നിന്നും എന്താണ് ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും അല്ലേ. അതിൻ്റെ പ്രഷറിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. അപ്പം അതിൻ്റെ റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നത് ബേസിൽ നിന്നും h/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അതിൻ്റെ ആ ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ ടോപ്പ് പ്രൊജക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ സ്ലാബ് ഇസ് ടേക്കൺ ആസ്. ഓക്കെ, ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ആസ് 1/3 ഓഫ് ദ ബേസ്. ഫൗണ്ടേഷൻ്റെ ടോയുടെ പ്രൊജക്ഷൻ എടുക്കുന്നത് ബേസിൻ്റെ 1/3 ആയിട്ടാണ്. നെക്സ്റ്റ്, ദ അഡ്വാൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഈസ് ഡ്യൂ ടു ഓൾ ദ എബോവ് ആണ്. മോണോളിറ്റിക് ക്യാരക്ടർ, ഫയർ റെസിസ്റ്റൻസും ഡ്യൂറബിലിറ്റി ഉണ്ട്, പിന്നെ എക്കണോമിക്കലാണ്, മോൾഡിങ് ചെയ്യാൻ പറ്റും ഡിസൈർഡ് ഷേപ്പിൽ. അപ്പോൾ ഇതെല്ലാം കാരണമാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അഡ്വാൻറ്റേജസ് ആവുന്നത്. നെക്സ്റ്റ്, ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ RCC ഈസ് പ്രൊവൈഡഡ് ടു റെസിസ്റ്റ്. ഓപ്ഷൻ ഡി, ഡയഗണൽ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും, പിന്നെ ടൈ ബാർസ് പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഒന്ന് വെർട്ടിക്കൽ ഷിയറും റെസിസ്റ്റ് ചെയ്യും, പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടും നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയഗണൽ ടെൻഷൻ, സിമ്പിൾ. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് റീഇൻഫോഴ്സ്മെൻറ്റ് വിച്ച് ഇസ് ഡിസൈൻഡ് ടു റെസിസ്റ്റ് ഷിയർ ഓർ ഡയഗണൽ ടെൻഷൻ സ്ട്രെസ്. ഓക്കെ, അത് ഡയഗണൽ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാനാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ടു എൻഷ്യൂർ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ തിക്നെസ് ഓഫ് ഫൗണ്ടേഷൻ ഇസ്. ഇത് എയ്ക്ക് ചോദിച്ചിട്ടുള്ള PWD എയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ വരുന്നത് ഡിക്രീസ്ഡ് ഗ്രാജുവലി ടുവേർഡ്സ് എഡ്ജിലേക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ്റെ തിക്നെസ് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം റേഷ്യോ ഓഫ് സ്പാൻ ടു ഡെപ്ത് ഓഫ് എ കാൻറ്റിലിവർ ബീം ഇസ്. കാൻറ്റിലിവർ ബീമിൻ്റെ കേസിൽ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇൻ എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ദ എഫക്റ്റീവ് ഡെപ്ത് ഇസ് മെഷർഡ് ഫ്രം ഇറ്റ്സ് കംപ്രഷൻ എഡ്ജ് ടു. അപ്പോൾ അതിൻ്റെ കംപ്രഷൻ എഡ്ജ്, അതായത് ടോപ്പിലായിരിക്കുമല്ലോ കംപ്രഷൻ എഡ്ജിൽ നിന്നും എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഫൈബറിൻ്റെ മീൻസ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസിൻ്റെ നടുക്ക് വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ വന്ന് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരെയാണ് എഫക്റ്റീവ് ഡെപ്ത് ഉണ്ടാവുക. ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴെ വരെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷിയർ ഇൻറ്റൻസിറ്റി ഓഫ് ഓവർ റെക്റ്റാങ്കുലർ സെക്ഷൻ ഓഫ് ബീംസ് ഫോളോസ്. ഒരു പാരബോളിക് കർവാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് നോയ്സ് ഉണ്ടായിട്ടുണ്ട്, സോറി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.